ഭയങ്കര ഇഷ്ടമാണ് തന്നെ. നല്ലൊരു സഖാവ് VS അച്യുതാനന്ദൻ മരിച്ചിട്ടില്ല, ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. ഒത്തിരി പേരുണ്ട്, പക്ഷെ അതിലും VSനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിന് കാര്യം എന്താ? കാരണം അദ്ദേഹം അങ്ങനെയാണ്. അതിന് പകരം വെക്കാൻ ഇനി മറ്റൊരാൾ ഉണ്ടാകുകയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത്രയ്ക്ക് മനുഷ്യസ്നേഹിയാണ്. എത്ര നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 3 മണിയായിട്ടാണ്. ഞാൻ കഴക്കൂട്ടം ബ്ലോക്ക് ഓഫീസാണ് എന്റെ വീട്. 3 മണിയായിട്ടാണ് നിൽക്കുന്നത്. രാഷ്ട്രീയമായി ബന്ധമുള്ളതൊന്നും ആളല്ല തന്നെ. അല്ലെങ്കിൽ കൂടി VSനെ കാണാൻ നിൽക്കുകയാണ്. ഈ പാർട്ടി തന്നെയാണ്. അതെ. യഥാർത്ഥത്തിൽ ഇനി VSനെ പോലെ ഒരാൾ ഇനി ഉണ്ടാകും, അതെല്ലാവരും ചോദിക്കുന്ന സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്ന് ഇത്ര ഒരു വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി, അപ്പോൾ ഇനി മറ്റൊരു VS ഉണ്ടാകുമോ? അമ്മ എങ്ങനെ കരുതുന്നുണ്ട്? ഇനി ഉണ്ടാവുമെന്ന് തോന്നണില്ല. എന്തുകൊണ്ടാ VSനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ ദൂരെ നിന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും? നമ്മള് ഇതൊക്കെ വായിച്ച് കേട്ടപ്പോഴൊക്കെ നമുക്ക് അതൊരു വലിയൊരു പ്രയാസമായിട്ടാണ്. ചെറുതിലേ ഉള്ളതെല്ലാം കേട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊരു പ്രയാസമായിട്ടാണ് തോന്നണത്. ഇപ്പം നമ്മൾ പല വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്, ദുഃഖകരമായ പല കാര്യങ്ങളൊക്കെ. അപ്പോഴൊക്കെ VS ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. VS വേണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആത്മാർത്ഥമായി തോന്നിയിട്ടുണ്ട്. VS ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിലൊന്നും ഇടപെട്ടേനെ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. നല്ല മനുഷ്യൻ, നല്ലതുപോലെ ഇറങ്ങണ ആളല്ലേ. പാവപ്പെട്ടവർ തൊട്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി. ഞങ്ങള് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങോട്ട് വരുന്ന വഴികളിലൊക്കെ ഞങ്ങളിങ്ങനെ കടന്നു വന്നപ്പം കണ്ടതാണ്. നിരവധി അമ്മമാരുണ്ട്, സ്ത്രീകളൊക്കെ ഉണ്ട്. അങ്ങനെ സാധാരണ അങ്ങനെ കൂടുതൽ ആളുകൾ കാണുന്നു. എന്താ, സ്ത്രീകൾക്കൊക്കെ VS ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു, അങ്ങനെ കരുതുന്നുണ്ടോ? ആണ്. ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളല്ലേ. ജയിലിൽ കിടന്നും എല്ലാ നിങ്ങളൊക്കെ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? 2 മണിക്ക് വന്നു. എന്തായാലും കണ്ടിട്ടേ പോകുന്നു. കണ്ടിട്ടേ പോകുള്ളൂ.